കുവൈത്തിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 13 പേർ മരിച്ചതായും നിരവധി പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 40 ഇന്ത്യക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. വിവരങ്ങൾ അറിയുന്നതിനായി എംബസി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. കുവൈത്തിൽ മെഥനോൾ കലർന്ന പാനീയങ്ങൾ കഴിച്ചതിനെ തുടർന്ന് 63 പേർക്ക് വിഷബാധയേറ്റതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 13 പേർ മരിച്ചതായും ഇരകളെല്ലാം ഏഷ്യൻ പൗരന്മാരാണെന്നും സ്ഥിരീകരിച്ചു. നിരവധി പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 31 കേസുകളിൽ CPR നൽകിയിട്ടുണ്ട്. 51 പേർ അടിയന്തര ഡയാലിസിസിന് വിധേയരായപ്പോൾ 21 പേർക്ക് സ്ഥിരമായോ താൽക്കാലികമായോ കാഴ്ച നഷ്ടപ്പെട്ടു. മരണമടഞ്ഞവരിൽ 5-ലധികം മലയാളികളും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഉത്തർപ്രദേശ് സ്വദേശികളും ഉൾപ്പെട്ടതായാണ് സൂചന. മരിച്ചവരുടെ വ്യക്തിഗത വിവരങ്ങളും രാജ്യമൊന്നും ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വിഷബാധയേറ്റ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫർവാനിയ, അദാൻ ആശുപത്രികളിൽ 15ഓളം പ്രവാസികളെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വിഷബാധ ലക്ഷണങ്ങളോടെ നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയായിരുന്നു. വിഷബാധയേറ്റ് 40 ഇന്ത്യക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതിൽ ചിലർ അത്യാഹിത നിലയിലാണ്. വിഷയത്തിൽ എംബസി ഏകോപനം നടത്തിവരികയാണ്. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് വൈക്കയും ഉദ്യോഗസ്ഥരും ആശുപത്രികളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തോടും ആശുപത്രികളോടും എംബസി ഏകോപനം തുടരുന്നതായും അറിയിച്ചു. വിവരങ്ങൾ അറിയുന്നതിനായി എംബസി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾക്ക് 65501587 എന്ന നമ്പറിൽ വാട്സപ്പിലൂടെയും സാധാരണ കോളിലൂടെയും ബന്ധപ്പെടാം. മീഡിയ 1 കുവൈറ്റ് സിറ്റി.